ബേസ് വേരിയൻ്റ് ഒഴിച്ച് ബാക്കി ഏത് വേരിയൻ്റ് ഡസ്റ്റർ എടുത്താലും നിങ്ങൾക്ക് അലോയ് വീൽസ് ലഭിക്കുമെന്നുള്ളതാണ് അതിനൊരു ലേക്ക് കൊടുക്കാനായിട്ടോ. നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ടോപ്പ് ക്ലാസ് എന്നൊന്നും പറയാനുള്ള ഒരു ആവറേജ് ക്വാളിറ്റി തന്നെയാണ് ക്യാമറയ്ക്ക് പറയാനുള്ളത്. ഡോർ തുറന്നാൽ മറ്റൊരു മാനുഫാക്ചർ നമുക്ക് ഈ വിലയിൽ തരാത്തൊരു കിഡിലെ ഫീച്ചർ റെനോ തന്നിട്ടുണ്ട്. 4 ഡോറും 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ജസ്റ്റ് ഒരു പ്രസ് ചെയ്താൽ എല്ലാ ഡോറും ഓപ്പൺ ആവും, എല്ലാ ഡോറും ക്ലോസ് ആവും. കണക്റ്റിംഗ് ടൈപ്പ് ഇതുപോലെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വരുന്ന മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് രണ്ടാമത്തെ വരുന്ന മുതൽ നമുക്ക് ഡിഫോഗർ ഉണ്ട്, വൈപ്പർ ഉണ്ട്, റിയർ വ്യൂ ക്യാമറയും വരുന്നുണ്ട്. വേറെ എന്താണ് ഇതിൻ്റെ റിയർ വ്യൂ കൊടുക്കാനുള്ളത്? ഒരു ലൈക്ക് റെനോക്ക് കൊടുക്കുകയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ മറ്റാരും തരാത്തൊരു സാധനം എന്ന് പറയുന്നത് ഇതേ ഹുഡ് നമ്മൾ ഓപ്പൺ ചെയ്താലും കണ്ടോ ഹൈഡ്രോളിക് സ്ട്രെച്ച് വരുന്നുണ്ട്. സോ എന്തൊക്കെ നമുക്ക് തരാൻ പറ്റുമോ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഡസ്റ്റർ നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ ഇതൊക്കെ വലിയ കാര്യമാണ്. പവർ ടെയിൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു എന്നുള്ളത് ഓക്കെ എന്ന് പറയാം നമുക്ക് റെനോ. പക്ഷേ റെനോ ചെയ്തതെന്താ വെച്ചാൽ ടെക്നോ എന്ന് പറയുന്ന 3ാമത്തെ വേരിയൻ്റ് മുതൽ തന്നെ പവർ ടെയിൽ ഗേറ്റ് കൊടുത്തു. അത് ഏറ്റവും പുതിയ റെനോ ഡസ്റ്ററിൻ്റെ ഓരോ വേരിയൻറ്റിലും ഏതൊക്കെ ഫീച്ചേഴ്സാണ് കിട്ടുകയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അതും വിത്ത് ഓൺ റോഡ് പ്രൈസ് കേട്ടോ. നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12,91,000 രൂപയിലാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒതൻറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റ് ആണ്. മൊത്തം 6 വേരിയൻറ്റുകൾ വരുന്നുണ്ട്. ഒതൻറ്റിക് കഴിഞ്ഞാൽ പിന്നെ എവല്യൂഷൻ, ടെക്നോ പ്ലസ്, ഐക്കോണിക്കിൻ്റെ തന്നെ ഒരു ലോഞ്ച് എഡിഷൻ. അതാണ് ഇപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ പ്രൈസും അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഒരു പ്രൈസ് ഗ്യാപ്പ് വളരെ വലുതാണ്. അതായത് ബേസ് വേരിയൻറ്റിൽ നിന്നും 1.5 ലക്ഷം രൂപ കൊടുക്കണം നമ്മൾ സെക്കൻഡ് വേരിയൻറ്റ് കിട്ടാനായിട്ട്. സെക്കൻഡ് വേരിയൻറ്റും തേർഡ് വേരിയൻറ്റിലേക്ക് 2,14,000 രൂപയുടെ ഡിഫറൻസ് ആണ്. വലിയ പ്രൈസ് ഗ്യാപ്പാണ് വരുന്നത്. സോ നിങ്ങൾ വാഹനം എടുക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വേരിയൻറ്റ് ഫീച്ചേഴ്സ് കിട്ടാൻ കൃത്യമായിട്ട് നോക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ട് എടുത്താലാണ് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു 5 വേരിയൻറ്റും അത്യാവശ്യം വാല്യൂ ഫോർ മണി, അതായത് നമ്മൾ കൊടുക്കുന്ന വിലക്കുള്ള മൂല്യം തരുന്ന വാഹനങ്ങളാണ്. നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലേ ഫീച്ചേഴ്സ് എന്നുള്ളത് മാത്രമേ ചിന്തിക്കാനുള്ളൂ ഒരു വേരിയൻറ്റ് ഒഴിച്ച്. അതായത് ടെക്നോ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബാക്കി ഇതിൻ്റെ ഏത് വേരിയൻറ്റ് എടുത്താലും പക്കയാണ്. ബേസിന് മുതൽ തന്നെ ഒരുപാട് നമ്മൾ ആവശ്യമുള്ള ഫീച്ചേഴ്സുമായിട്ടാണ് പുതിയ ഡസ്റ്റർ വന്നിട്ടുള്ളത്. സോ മുൻവശത്ത് തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ബേസിൻ്റെ പ്രൈസ് കഴിഞ്ഞു. ഞാൻ ഓരോ വേരിയൻറ്റും പ്രൈസിൻ്റെ ഡിഫറൻസും പറഞ്ഞു. 2 എഞ്ചിൻ ഓപ്ഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 വേരിയൻറ്റിൽ നമുക്ക് മാനുവലായിട്ട് 100 PS പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 1 ലിറ്റർ എഞ്ചിനോട് കൂടി കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ വേരിയൻറ്റ് മുതൽ അങ്ങോട്ട് ഇതിൻ്റെ ഹിറ്റായിട്ടുള്ള സാധനം, അതായത് നമ്മുടെ മെഴ്സിഡീസ്, GLA തുടങ്ങിയ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന മെഴ്സിഡീസും റെനോയും കൂടി ഒരുമിച്ച് നിർമ്മിച്ച ഒരു എഞ്ചിൻ വരുന്ന വാഹനം ലഭിച്ചു തുടങ്ങുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് മാനുവലായിട്ട് ലഭിച്ചു തുടങ്ങുന്നുണ്ട്. ടർബോ എഞ്ചിൻ വേണ്ടവർക്ക് ഒരു 16,90,000 രൂപയിലാണ് പ്രൈസ് ആരംഭിക്കുക. അതിൻ്റെ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഒരു 17,60,000 ആ റേഞ്ചിലേക്കാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ ഡീറ്റെയിൽ പ്രൈസ് ലിസ്റ്റ് നോക്കാം. അത് നോക്കിയതിന് ശേഷം ഞാനീ പറയാൻ പോകുന്ന ഫീച്ചേഴ്സ് കൂടി കേട്ടാൽ നിങ്ങൾക്ക് ഡസ്റ്ററിനെ കുറിച്ചൊരു വ്യക്തമായൊരു ക്ലാരിറ്റി കിട്ടും. സോ ഞാൻ പറഞ്ഞ പോലെ ഇതിനൊരു ഐക്കോണിക് ലോഞ്ച് എഡിഷൻ എന്നുള്ള പേരിട്ടിട്ടാണ് നമ്മുടെ റെനോ വിളിക്കുന്നത്. അത് എത്ര കാലം മാർക്കറ്റിൽ ഉണ്ടാവും എന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലാണ് 6 വേരിയൻറ്റ് വരുന്നത്. അതല്ല, ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പ്രധാനപ്പെട്ട വേരിയൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് വെറും 5 വേരിയൻസ് വരുന്നുള്ളൂ കേട്ടോ. ഇതിലാകെ മാറ്റം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അത് ഞാൻ പറഞ്ഞു തീർക്കാം, ആ കൺഫ്യൂഷനായിട്ട് മാറട്ടെ. അതായത് കുറച്ച് യെല്ലോ അവിടെ ഇവിടെ ആയിട്ട് കയറി വരും. ഒന്നത് ഈ ലോഗോയുടെ ഉള്ളിലായിട്ട് നമുക്കൊരു യെല്ലോ ടച്ച് വരും. ഈ ഒരു സൈഡ് ഡീക്കലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹിമാലയൻ്റെ ഒരു ഫിഗർ കാണാം, അല്ലെങ്കിൽ എംബ്ലം കാണാം. അതിനൊരു യെല്ലോ ഉണ്ട്. നമ്മുടെ റൂഫ് ബാറിലായിട്ട് ഡസ്റ്ററിൻ്റെ ഒരു യെല്ലോ കളർ. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് യെല്ലോ കളർ വന്നു എന്നുള്ളത് മാത്രമാണ് ഈ വേരിയൻ്റെ പ്രത്യേകത. അതായത് ഫുൾ ഓപ്ഷൻ ഐക്കോണിക് ആണ്. ആ ഐക്കോണിക്കും ഐക്കോണിക് ലോഞ്ച് എഡിഷൻ ഈ 2 വേരിയൻറ്റും തമ്മിൽ ഇത്തരത്തിലുള്ള യെല്ലോ കളറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ആഡ് ആവുന്നോ കുറയുന്നോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു വേരിയൻ്റായിട്ട് കണക്കാക്കുന്നില്ല, അതിനങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. നമുക്ക് 5 വേരിയൻ്റാണ് പ്രധാനമായിട്ട് വരുന്നത് എന്നുള്ളത് കണക്കാക്കിയിട്ട് ഓരോ ഫീച്ചേഴ്സ് പറഞ്ഞു പോകാം. നമ്മൾ ഈ ഒരു പരസ്യങ്ങളിൽ കാണുന്ന പോലെ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലത്തേക്ക് ഒരു വാഹനം ഫുള്ള് ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം 3ാമത്തെ വേരിയൻ്റ് എടുക്കണം. അതായത് ടെക്നോ എന്ന് പറയുന്ന വേരിയൻ്റ് എടുത്താലാണ് നമുക്ക് ഓൾ LED അല്ലെങ്കിൽ ഒരു ഫുൾ LED, നമ്മുടെ റെനോ അങ്ങനെയാണ് ഇതിന് വിശേഷിപ്പിക്കുന്നത്, ഫുൾ LED ലൈറ്റ്സ് ലഭിക്കുകയുള്ളൂ. പക്ഷേ ബേസ് വേരിയൻ്റ് മുതൽ നമുക്ക് LED ലൈറ്റ് ഉണ്ട്, LED DRL ഉണ്ട്. അതൊക്കെ ബേസ് വേരിയൻ്റ് മുതൽ നൽകിയിട്ടുണ്ടെങ്കിലും ഒരു ഇത്തരത്തിലുള്ളൊരു കോമ്പിനേഷനിൽ അല്ലെങ്കിൽ ഹെഡ് ലാമ്പ് യൂണിറ്റും LED DRLൊക്കെ ഇത്തരത്തിലൊരു ഒറ്റ പാനലായിട്ട് ഒരു ഹൗസിങ്ങിലൊക്കെ വരുന്ന രൂപത്തിലേക്ക് ആവുന്നതൊക്കെ ടെക്നോ എന്ന് പറയുന്ന വേരിയൻ്റ് മുതലാണ്. അപ്പോൾ ആ ഒരു വേരിയൻ്റ് മുതൽ തന്നെയാണ് നമുക്ക് LED ഫോഗ് ലാംപ്സ് ലഭിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ലൈറ്റ്സിൻ്റെ ആ ഒരു നമ്മൾ പരസ്യത്തിൽ കാണുന്ന പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 3ാമത്തെ വേരിയൻ്റെങ്കിലും എടുക്കണം എന്നുള്ളതാണ്. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും. അതും ടെക്നോ പ്ലസ് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, നിങ്ങൾ പരിഗണിക്കേണ്ടാത്ത ഒരു വേരിയൻ്റ് എന്ന് പറഞ്ഞല്ലോ, അതിലാണ് നമുക്ക് ഈ ഒരു അത് സൈഡിലേക്ക് വരെ എത്തി വെക്കുന്നുണ്ടോ. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ എന്ന് പറയാൻ പറ്റില്ല, ഫ്രണ്ട് വിത്ത് സൈഡ് പാർക്കിംഗ് ആണ്. 1 2 3 4 5 6 ഒരു 6 പാർക്കിംഗ് സെൻസറാണ് നമുക്ക് ഫ്രണ്ടിലും അതുപോലെ പുറകിലും. അങ്ങനെ 12 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്ന രൂപത്തിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ടെക്നോ പ്ലസ്സിലാണ് നമുക്ക് ലഭിക്കുക. ബാക്കി ഇതിൻ്റെ ഒരു ഡിസൈൻ, ഈ ഒരു സ്കിഡ് പ്ലേറ്റ് പോലുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡാണ്. ബേസ് വേരിയൻ്റ് മുതൽ നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുന്നത്.
360 ക്യാമറ കാണാം. അത് ഐക്കോണിക് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സും നമുക്ക് ഐക്കോണിക് എന്ന് പറയുന്ന ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് യൂണിറ്റ്, ഫോളോ മീ ഹോം ഫീച്ചർ, അതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡാണ് ബേസ് വേരിയന്റ് മുതൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ടോപ്പ് എൻഡിൽ നമുക്ക് അഡാസിൻ്റെ ഒരു 17ഓളം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ മുകളിലും കാണാൻ സാധിക്കും. അക്കോസ്റ്റിക് വിൻഷീൽഡാണ് നമുക്ക് ബ്രാൻഡ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതും ടോപ്പ് എൻഡിലാണ് ലഭിക്കുക. അതായത് അത്യാവശ്യം സൗണ്ട് പ്രൂഫൊക്കെ വരുന്ന രൂപത്തിലൊരു വിൻഷീൽഡ് ആണ് എന്നുള്ളതാണ്. അതൊക്കെ ടോപ്പ് ക്ലാസ് ആയിട്ടുണ്ട് എന്ന് പറയാം. ഇപ്പോൾ വൈപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പ്രീമിയം, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള വൈപ്പർ കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ആൾട്ടോയിലേതുപോലെയുള്ള വൈപ്പർ കൊടുക്കുന്ന ഒരുപാട് വാഹനങ്ങൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത്. അതൊക്കെ ഒരു വാഹനത്തിൻ്റെ പ്രീമിയം അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റി ടോപ്പ് ക്ലാസ് ആണ്. നമ്മുടെ പുതിയ ഡസ്റ്ററിൽ ഞാൻ 100 മാർക്ക് അതിന് കൊടുക്കുന്നുണ്ട്. ഒരു പരാതി നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ള, വളരെ കുറച്ച് പരാതികൾ പറയാനുള്ളൊരു വാഹനമാണെന്ന് പറയാം മൊത്തത്തിൽ നമ്മൾ പറയുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന ഫീച്ചേഴ്സ്. നമ്മൾ മുൻവശത്ത് നോക്കുമ്പോൾ പറയാനുള്ളത് ഓൾമോസ്റ്റ് എല്ലാം കവറായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇനി വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഫുൾ ബ്ലാക്ക് അലോയ് വീൽസ് നമുക്ക് ഈ ഒരു ലോഞ്ച് എഡിഷൻ, ഞാൻ പറഞ്ഞില്ല ഈ മഞ്ഞ കളർ വരുന്ന വണ്ടിയിൽ മാത്രമേ കിട്ടുള്ളൂ. അതല്ലാത്തതിലൊക്കെ നമുക്ക് സെയിം സൈസാണ്. അതായത് 225-55 പ്രൊഫൈലുള്ള 18 ഇഞ്ചിൻ്റെ വീലിനെ കിട്ടും. അതും ഡുവൽ ടോൺ അലോയ്സ് അല്ലെങ്കിൽ ഡുവൽ കട്ട് പാറ്റേണിലുള്ള അലോയ്സ് ആണ് നമുക്ക് കിട്ടുക. അത് ടോപ്പിൽ 2 വേരിയൻറ്റിലും ടെക്നോ പ്ലസിലും കിട്ടും, ഐക്കോണിക്കിലും കിട്ടും. അതിന് താഴേക്ക് വന്നാലും നമുക്ക് എവല്യൂഷൻ മുതൽ 17 ഇഞ്ചിൻ്റെ അലോയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ബേസ് വേരിയൻ്റ് ഒഴിച്ച് ബാക്കി ഏത് വേരിയൻ്റ് ഡസ്റ്റർ എടുത്താലും നിങ്ങൾക്ക് അലോയ് വീൽസ് ലഭിക്കുമെന്നുള്ളതാണ്. അതിനൊരു ലേക്ക് കൊടുക്കാനായിട്ടോ. ബേസ് വേരിയൻ്റ് മുതൽ രണ്ടാമത്തെ വേരിയൻറ്റിലൊക്കെ നമുക്ക് 17 ഇഞ്ചാണ്, മൂന്നാമത്തെ വേരിയൻറ്റിലൊക്കെ 17 ഇഞ്ചാണ് ടയർ സൈസ് ലഭിക്കുക. നാലാമത്തെ വേരിയൻറ്റ് മുതൽ 18 ഇഞ്ച് ടയർ ആവുന്നുണ്ട്. നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് ആവുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡിൽ ലോഞ്ച് എഡിഷനിൽ മാത്രമാണ് ഫുൾ ബ്ലാക്ക് അലോയ് ആവുന്നു എന്ന് മാത്രം. ബ്ലാക്ക് ആണെങ്കിലും ഡുവൽ ടോൺ ആണെങ്കിലും ഒരേ ലുക്ക് തന്നെയാണ് വാഹനത്തിന്. അതുകൊണ്ട് അത് വലിയൊരു ഡിഫറൻസ് വരുത്തുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി വശങ്ങളിൽ നോക്കുന്ന സമയത്ത് ഒരു സ്റ്റാൻസ് നിങ്ങൾ കണ്ടില്ലേ, ലുക്ക് ഒരു രക്ഷയില്ല. ഞാനൊരു 7.5 ആണ് ഇതിന് മാർക്ക് കൊടുക്കുന്നത്. നമ്മുടെ ഒരു 10 മാർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ലുക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് റിയറിലേക്ക് വരുമ്പോഴാണ് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം, കുറച്ചുകൂടി അടിപൊളിയാക്കായിരുന്നു തോന്നിയിട്ടുള്ളത്. പക്ഷേ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിടൽ ലുക്കായിട്ട് അതിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തറിയിക്കണേ. അപ്പോൾ എന്തായാലും അവിടുന്ന് പുറകിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സ്റ്റാൻസിൽ കിഡിലിനാണ്ട് 212 മില്ലിമീറ്ററിൻ്റെ വളരെ ഉയർന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ORM നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഫംഗ്ഷൻ ബേസ് വേരിയൻ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു ലേക്ക് കൊടുക്കുകയാണ്, അടിപൊളി ഫീച്ചറാണ്. ഇനി രണ്ടാമത്തെ വേരിയൻ്റ് മുതൽ തന്നെ ഫോൾഡിംഗ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മൂന്നാമത്തെ വേരിയൻ്റ് മുതൽ ഓട്ടോ ഫോൾഡും കൊടുത്തിട്ടുണ്ട്. അതായത് മൂന്നാമത്തെ വേരിയൻറ്റിലൊക്കെ നമ്മൾ കീ റിമോട്ടിൽ ലോക്ക് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആവും. കീ ആയിട്ട് നമ്മൾ അടുത്തേക്ക് വന്നാൽ തന്നെ ഒരു വെൽക്കം ഫംഗ്ഷൻ എന്ന രൂപത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് മിററൊക്കെ അൺഫോൾഡ് ആവുന്ന രൂപത്തിൽ ഒരു മൂന്നാമത്തെ വേരിയൻറ്റിലൊക്കെ ആ ഫീച്ചർ കൊടുത്തെന്ന് പറഞ്ഞാൽ റെനോനെ അപ്രിഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ലേക്ക് കൊടുത്തേ മതിയാവുള്ളൂ എന്ന് പറയാം. പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും റെനോയുടെ ലോഗോ, ഡസ്റ്റർ ഐക്കോണിക്, ഹിമാലയൻ്റെ ഒരു കളർ, ഒരു പച്ച കളർ, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒക്കെ ഐക്കോണിക് എന്ന് പറഞ്ഞാൽ ടോപ്പ് വേരിയൻറ്റിലാണ് നമുക്ക് ഇത്തരത്തിൽ കിട്ടുക. ഇതിപ്പോൾ ഫുൾ ഒരു ഗ്രേ ഫിനിഷ് ആയിരിക്കും ഐക്കോണിക്കിൽ. ഇത് ലോഞ്ച് എഡിഷൻ ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു യെല്ലോ ഫിനിഷും കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അഗൈൻ താഴെയുള്ള ഡീക്കലാണെന്നുണ്ടെങ്കിലും നോർമലി നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു പാറ്റേൺ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു വേരിയൻറ്റിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇതേ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭാരം കയറ്റാവുന്ന, അതായത് 50 കിലോ വരെ ഭാരം കയറ്റാവുന്ന ഫങ്ഷണലായിട്ടൊരു റൂഫ് ബാർ കൊടുത്തിട്ടുണ്ട്. അതും രണ്ടാമത്തെ വേരിയൻറ്റ് പോലും കിട്ടുന്നുണ്ട്. ബേസ് വേരിയൻറ്റ് വെച്ച് ബാക്കി എല്ലാ വേരിയൻറ്റിലും കിട്ടും. ഇനി പാനോമിക് റൂഫ് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന സാധനമാണ്. അത് നമുക്ക് മൂന്നാമത്തെ വേരിയൻ്റായിട്ടുള്ള ടെക്നോ മുതലും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ മിനിമം രണ്ടാമത്തെ മൂന്നാമത്തെ വേരിയൻറ്റ് മുതൽ എല്ലാം ഉൾക്കൊള്ളിക്കാനായിട്ട് റെനോ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്കായിട്ട് ഒരു പ്ലേസ് ചെയ്തിട്ടുള്ളൊരു വാഹനം നമുക്ക് പറയാനായിട്ട് പറ്റും. 50 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. റൈറ്റ് സൈഡിലാണ് ഫ്യൂൽ ലിഡ് വരുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്താൽ നമുക്കത് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞ പോലെ പെട്രോളിൽ മാത്രമേ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ വർഷാവസാനം ഹൈബ്രിഡ് ആയിട്ട് കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രണ്ടിലെയും സൈഡിലെയും കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി പുറയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്കൊരു സ്പോയിലർ വരുന്നുണ്ട്. അത് സ്റ്റാൻഡേർഡ് ആക്കിയേ മതിയാവുള്ളൂ എന്ന് പറയാം. കാരണം അതൊരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു സ്പോയിലർ എന്ന് പറയുമ്പോൾ പുറത്തേക്ക് നിൽക്കുന്ന ഒരു രൂപത്തിലൊരു സാധനം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു അതിനോട് ചേർന്ന് നിൽക്കുന്നത്, അതായത് ഇതിൻ്റെ ബോഡിയോട് ചേർന്ന് നിൽക്കുന്നൊരു സാധനമായിട്ടാണ് വന്നിട്ടുള്ളത് ഡസ്റ്ററിൻ്റെ ഡിസൈനിൽ. സോ അത് സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തേ പറ്റുള്ളതുകൊണ്ട് ബേസ് വേരിയൻ്റ് എടുക്കുന്നവർക്കും സ്പോയിലർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ LED ടൈൽ ലാമ്പ് യൂണിറ്റ് നമുക്ക് ബേസ് വേരിയൻ്റ് മുതൽ വരുന്നുണ്ട്. LED ടൈൽ ലാമ്പ് യൂണിറ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഈ ഒരു പീസ് മാത്രമാണ് കേട്ടോ. നമുക്ക് കണക്റ്റിംഗ് ടൈപ്പ് ഇതുപോലെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വേരിയൻ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് രണ്ടാമത്തെ വേരിയൻ്റ് മുതൽ നമുക്ക് ഡിഫോഗർ ഉണ്ട്, വൈപ്പർ ഉണ്ട്, റിയർ വ്യൂ ക്യാമറയും വരുന്നുണ്ട്. വേറെ എന്താണ് ഇതിൻ്റെ റിയർ വ്യൂ കൊടുക്കാനുള്ളത്? ഒരു ലൈക്ക് റെനോക്ക് കൊടുക്കുകയാണ്. ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും രണ്ടാമത്തെ വേരിയൻ്റ് മുതൽ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. LED ലൈറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഫ്രണ്ടിൽ LED ആണ്, റിയറിൽ LED ആണ്, ഉള്ളിൽ മാപ്പ് ലാമ്പ് LED ആണ്. മാത്രമല്ല അതിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ്സ് വരെ കൊടുത്തിട്ടുള്ളത് LED ആണ് എന്നുള്ളതാണ്. അതായത് ഓൾ LED ലൈറ്റ്സ് ബേസ് വേരിയൻ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്.
എഗെയിൻ ഒരു ലേക്ക് കൊടുക്കാനും ഡസ്റ്ററിൻ്റെ ഒരു ലോഗോ കാണാനായിട്ട് സാധിക്കും. പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ടർബോ 160, അതായത് 162 PS ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. അപ്പോൾ അതിൻ്റെ ഒരു നെയിം, ആ എഞ്ചിൻ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ റിയറിലെ ലുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 7.5 ഔട്ട് ഓഫ് 10 കൊടുത്തു. ഒരു 0.25 ചെറിയ മാറ്റം ഈ ഒരു പൊസിഷനിൽ എനിക്ക് വലിയ ലേക്ക് ആയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം. കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനി മറ്റൊരു കാര്യം, പവർ ടെയിൽ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ ഇതൊക്കെ വലിയ കാര്യമാണ്. പവർ ടെയിൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു എന്നുള്ളത് ഓക്കെ എന്ന് പറയാം നമുക്ക് റെനോ. പക്ഷേ റെനോ ചെയ്തതെന്താ വെച്ചാൽ ടെക്നോ എന്ന് പറയുന്ന 3ാമത്തെ വേരിയൻ്റ് മുതൽ തന്നെ പവർ ടെയിൽ ഗേറ്റ് കൊടുത്തു. അത് നെക്സ്റ്റ് ലെവലാണ്. ലേക്ക് കൊടുത്തേ മതിയാവുള്ളൂ. ഈ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പവർ ടെയിൽ ഗേറ്റ് എല്ലാവരും വളരെ അപൂർവം ബ്രാൻഡേ കൊടുത്തിട്ടുള്ളൂ. കൊടുത്തവരാണെന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷനിലേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ 3ാമത്തെ വേരിയൻ്റ് ഏകദേശം 16 ലക്ഷം റേഞ്ചിലൊക്കെ വാങ്ങുന്ന വാഹനത്തിന് നിങ്ങൾക്ക് പവർ ടെയിൽ ഗേറ്റ് കിട്ടുമെന്നുള്ളത് ഞെട്ടിക്കുന്നൊരു ഫീച്ചറാണെന്ന് പറയാം. പിന്നെ അതേ പാർസൽ ട്രേ കാണാനും സാധിക്കും. നമുക്ക് 2ാമത്തെ മുതലാണ് പാർസൽ ട്രേ ലഭിക്കുന്നത്. 518 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നുള്ളത്. അതായത് 5 പേരിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ 518 ലിറ്ററിൻ്റെ ഒരു സ്പേസ് ലഭിക്കും. ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ചിലർ 700 ഉണ്ടല്ലോ എന്ന് ചിന്തിക്കും. കാരണം റെനോ അങ്ങനെയാണ് ഇതിനെ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. 700 ലിറ്ററിൻ്റെ സ്റ്റോറേജ് വരുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ. 700 ലിറ്റർ എന്ന് പറയുമ്പോൾ റൂഫ് വരെ ലഗേജ് ക്യാരി ചെയ്യുമ്പോഴാണ് അത്രയും സ്പേസ് ലഭിക്കുക. അതുവരെ അങ്ങനെ ആരും ക്യാരി ചെയ്യാറില്ല റെനോ എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം റൂഫ് വരെയൊക്കെ ലഗേജ് ഇട്ട് ആരെങ്കിലും വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ വെച്ചാൽ സേഫ്റ്റി കൺസേൺ ഉണ്ടല്ലോ, നമുക്ക് പുറകിലേക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതുവരെയുള്ള ഒരു ഫിഗർ കൂട്ടി പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തോന്നി. നമുക്ക് 518 ലിറ്ററിന് ഞങ്ങൾ ഹാപ്പിയാണ്, അതുപോലെ പറഞ്ഞ് ഞങ്ങൾ ഹാപ്പിയാണ് എന്നുള്ള രൂപത്തിലാണ്. അതുപോലെ ബൂട്ട് ലാമ്പ്, ഇതും സാധാരണ നമുക്ക് അങ്ങനെ ആരും തരാത്തതാണ്. പക്ഷേ ബേസ് വേരിയൻ്റ് മുതൽ ബൂട്ട് ലാമ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനും ഒരു ലേക്ക് കൊടുക്കണം. അതൊക്കെ കിണ്ണ ഫീച്ചേഴ്സാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫീച്ചേഴ്സാണ് പറയാനുള്ളത്. സ്പെയർ വീലിൻ്റെ സ്ഥാനത്ത് ഒരു പഞ്ചർ കിറ്റ് മാത്രമേ കാണാനുള്ളൂ. നിലവിൽ ഇതിൽ സ്പെയർ വീല് വരുന്നില്ല തോന്നുന്നു. കൺഫേം ചെയ്തിട്ട് പറയേണ്ടിയിരിക്കും. എന്തായാലും നമുക്ക് കിട്ടിയ വാഹനത്തിൽ കാണുന്നില്ല. സോ ഞാൻ കമൻറ്റിൽ അത് അറിയിക്കാം കേട്ടോ, ഒന്നും കൂടി കൺഫേം ചെയ്തിട്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഓവറോൾ ലുക്കിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ നമുക്ക് ബേസ് വേരിയൻറ്റിൽ അല്ലെങ്കിൽ 2ാമത്തെയോ 3ാമത്തെയോ വേരിയൻറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട്. ലുക്സിൽ ഒരു പരാതി നമുക്ക് അവിടെ പറയാനില്ല. ഇനി ഉള്ളിലൊന്ന് കയറി നോക്കാം. റിയറിലേക്ക് കയറാൻ ഡോർ ഹാൻഡിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ നമ്മൾ കണ്ട് ശീലിച്ച ഉള്ളൊരു ഭാഗത്താണ്. എന്തായാലും വണ്ടിയുടെ ലുക്സിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇനി ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമ്മുടെ ലെതർ ടച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ബോഡി കളറാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇത് ഫുൾ ഓപ്ഷനിൽ നമുക്ക് ലഭിക്കുള്ളൂ. ബാക്കിയുള്ള വേരിയൻറ്റിൽ എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ പവർ വിൻഡോ വന്നിട്ടുണ്ട്. അതുപോലെ ഇൻസൈഡ് ഡോർ ലിവറിനൊക്കെ ഒരു സിൽവർ ഫിനിഷ് വന്നിട്ടുണ്ട്. നമ്മൾ കാണുന്ന ലെതർ സീറ്റ് ഐക്കോണിക് എന്ന് പറയുന്ന ടോപ്പ് എൻഡിലാണ് ലഭിക്കുക. അതിലിപ്പോൾ ഫ്രണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ റെനോയുടെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട് വരുന്നുണ്ട്. അത് നമുക്ക് ബേസ് വേരിയന്റ് മുതൽ നൽകിയിട്ടുണ്ട്. 5 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ബേസ് വേരിയന്റ് മുതൽ കിട്ടുന്നുണ്ട്. 60/40 സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതും ബേസ് വേരിയന്റ് മുതൽ കൊടുത്ത ഫീച്ചറാണ് കേട്ടോ. അതിൽ ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള പ്ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയറിലേക്ക് AC വെന്റ് ബേസ് വേരിയന്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. പുറകിലേക്ക് 2 C ടൈപ്പ് ചാർജിംഗ് പോർട്ട് നമുക്ക് എവല്യൂഷൻ എന്ന് പറയുന്ന വേരിയന്റ്, അതായത് 2ാമത്തെ വേരിയന്റ് മുതൽ ആ ഒരു ഫീച്ചർ ലഭിക്കുന്നുണ്ട്. സോ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ വിശാലമായിട്ട് ഒരാൾ മുന്നിലിരുന്നാലും നമുക്ക് പുറകിലേക്ക് 6 ഡേറ്റിൽ എനിക്ക് അടിപൊളിയായിട്ട് ഇരിക്കാനായിട്ട് വരും. ഇതിപ്പോൾ നല്ല പുറകിലേക്കിട്ട രൂപത്തിലാണുള്ളത് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ലെഗ് റൂം, തൈ സപ്പോർട്ട് മാത്രം ഒരു പൊടിക്കൊരു ആവറേജ് എന്നുള്ളൊരു കാര്യം പറയാനുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും ഞാനിതിൽ ഹാപ്പിയാണ്. നമുക്ക് ഹെഡ് റൂം ആണെങ്കിലും നീ റൂം ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു റിക്ലൈനിങ് ആംഗിൾ ആണെങ്കിലും എല്ലാം നമുക്ക് ലോങ് യാത്രക്കും പറ്റുന്ന രൂപത്തിലാണ്. സസ്പെൻഷനും ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സസ്പെൻഷൻ സെറ്റപ്പ് ആണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ഇതൊരു ഡ്രൈവ് ചെയ്യുന്നവർ ഒരിക്കലും മിസ് ചെയ്യേണ്ടാത്തൊരു വണ്ടിയാണ്. ഇനി നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ റിയർ കംഫർട്ടിനെ കുറിച്ചിട്ടും ചിന്തിക്കേണ്ട കാര്യമില്ല. നല്ല കംഫർട്ട് റിയറിലും കിട്ടുന്നുണ്ട് എന്ന് പറയാം. ഇനി ഡ്രൈവർ സൈഡിൽ നിന്ന് കയറി നോക്കാം. കയറുന്നതിന് മുമ്പായിട്ട് ടെസ്റ്റിൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കൂടി കാണിക്കാം. അവരുടെ കീ ആണ്. ഒരു സ്മാർട്ട് കാർഡ് രൂപത്തിലുള്ള കീ ആണ്. പക്ഷേ കാണാൻ ലുക്കില്ല എന്നുള്ളൂ. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ടെക്നോ മുതലാണ് നമുക്ക് ഇത്തരത്തിലൊരു സ്മാർട്ട് കീ ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അതായത് ഈ 4 പവർ വിൻഡോയും നമുക്ക് ഈ കീ വെച്ച് കൺട്രോൾ ചെയ്യാം. പാൻഡോമിക് റൂഫ് ഓപ്പൺ ക്ലോസ് നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ വാഹനത്തിൻ്റെ അടുത്ത് നിന്നും ദൂരേക്ക് പോയാൽ വാഹനം ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ആവും. ഈ കീ പോക്കറ്റിലിട്ട് നമ്മൾ വാഹനത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അൺലോക്ക് ആവും. അതുപോലെ വെൽക്കം ഫംഗ്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീ ആയിട്ട് നമ്മൾ വാഹനത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ മിററൊക്കെ തുറന്ന് നമ്മുടെ ഓണറെ ഒന്ന് വെൽക്കം ചെയ്യുന്ന രൂപത്തിലുള്ള ഫംഗ്ഷൻ. അങ്ങനെ സംഭവം കാണാൻ ലുക്കില്ല എന്നുള്ളൂ. അതിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അസിസ്റ്റീവ് ബട്ടൺ കൊടുത്തിട്ടില്ല. സോ ഈ ഒരു വാക്കവേ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് അൺലോക്ക് ആകുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്നാലും ഒരു കൊടുക്കായിരുന്നു എന്നുള്ളൊരു ഫീലാണുള്ളത്. ഇത് ഡോറ് തുറന്നാൽ മറ്റൊരു മാനുഫാക്ചർ നമുക്ക് ഈ വിലയിൽ തരാത്തൊരു കിഡിലെ ഫീച്ചർ റെനോ തന്നിട്ടുണ്ട്. 4 ഡോറും 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ജസ്റ്റ് ഒരു പ്രസ് ചെയ്താൽ എല്ലാ ഡോറും ഓപ്പൺ ആവും, എല്ലാ ഡോറും ക്ലോസ് ആവും. അതിനൊരു ലേക്ക് മാത്രം കൊടുത്താൽ പോരാ കേട്ടോ, ഒരു ക്ലാപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം
വേറെ ലെവൽ ഫീച്ചറാണ്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ആയിട്ട് ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഓരോ വാഹനത്തിൽ. നമ്മളൊരു ഫാമിലി യൂസ് ഇതൊക്കെ അതായത് നമ്മൾ കുറേ ഫാൻസി ഫീച്ചേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി ലൈഫിൽ നമുക്ക് നല്ല രീതിയിൽ ഉപകാരം ഉണ്ടാവണത്. ജസ്റ്റ് ഒരു ഒന്ന് പൊക്കി കിട്ടും, ഫുൾ റോളപ്പ് ആയി എന്നുള്ളതാണ്. ഇതൊക്കെ വേറെ ലെവൽ ഫീച്ചറാണ്. ഡെയിലി ലൈഫിൽ ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ്. അത് ബേസ് വേരിയന്റ് മുതൽ കൊടുത്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ള കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ORMൻ്റെ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെയാണുള്ളത്. അത് ഞാൻ പറഞ്ഞ പോലെ മൂന്നാമത്തെ വേരിയന്റ് മുതലൊക്കെ തന്നെ ഓട്ടോ ഫോൾഡ് അടക്കം വരുന്നുണ്ട്. സോ അതും പരാതി കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പുറകിൽ നോക്കിയപ്പോൾ ഇവിടെ ലെതർ ടച്ച് കാര്യങ്ങളൊക്കെ കണ്ടുള്ളെങ്കിൽ മുൻവശത്ത് ഒരു കാർബൺ ഫിനിഷും കൂടി ഡോറിലായിട്ട് നൽകിയിട്ടുണ്ട്. അതൊക്കെ ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുള്ളൂ. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് ഡാഷ്ബോർഡിലൂടെ ഒക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, AC-ൻ്റെ കൂടെ ഒക്കെ പോകുന്ന കാണാം. അതൊക്കെ പക്ഷേ ടോപ്പ് എൻഡ് എടുക്കുന്നവർക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇനി ഫ്രണ്ടിലെ സീറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സീറ്റുകളും മുൻവശത്തെ 2 സീറ്റുകളും 6 വേ പവർ അഡ്ജസ്റ്റ് ആണ് കൊടുത്തത്. നമുക്കിങ്ങനെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. ടോപ്പ് എൻഡിൽ മാത്രമേ നൽകിയിട്ടുള്ളൂ. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടോ മുന്നിലെ 2 സീറ്റുകൾക്കും വെന്റിലേറ്റഡ് ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഐക്കോണിക് എന്ന് പറയുന്ന ടോപ്പ് എൻഡിലാണ് ലഭിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ പ്രതീക്ഷിക്കുന്ന ഫീച്ചേഴ്സാണ്. ഇനി സ്റ്റിയറിംഗ് വീല് മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ഫംഗ്ഷനും ബേസ് വേരിയന്റ് മുതൽ നൽകിയിട്ടുണ്ട്. താഴേക്കും മുകളിലേക്കും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ അടുത്തേക്കൊക്കെ കൊണ്ടുവരാവുന്ന രൂപത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ 2ാമത്തെ വേരിയന്റ് മുതൽ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ആ 2ാമത്തെ വേരിയന്റ് മുതൽ തന്നെ ക്രൂയിസ് കൺട്രോളും കൊടുത്തിട്ടുണ്ട്. അതിനൊരു ലൈക്ക് കൊടുക്കാനാട്ടോ, അതും അടിപൊളി ഫീച്ചർ ആയിട്ടുണ്ട് എന്ന് പറയാം. ഇവിടെയാണ് നമ്മുടെ ഹെഡ് ലാമ്പിന്റെ കൺട്രോൾസ്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. ഇവിടെ വൈപ്പറിന്റെ കൺട്രോൾ ടോപ്പ് എൻഡ് എടുക്കുന്നവർക്ക് നമുക്ക് ഓട്ടോമാറ്റിക് വൈപ്പർ വരുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഇത് MIDയുടെ കൺട്രോൾസ് ആണ്. അപ്പോൾ നമ്മുടെ മീഡിയയുടെ വോളിയം ബട്ടൺ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ കൺട്രോൾ ചെയ്യുന്നു വെച്ചാൽ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ബട്ടൺ വേറെ ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഒരുപാട് വണ്ടികളിൽ ഇത്തരത്തിലൊരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ക്രൂയിസ് കൺട്രോളിൽ കൊടുക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ഇതിൽ മീഡിയയുടെ കൺട്രോൾസിന് വേണ്ടി സോഴ്സ്, മോഡ്, വോളിയം, അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ ഇവിടെ ഒരു റോട്ടറി കൺട്രോളും കൂടി ഉണ്ട്. ഇങ്ങനെ കാണിക്കും. ഇത്തരത്തിലുണ്ടോ, ഇങ്ങനെ തിരിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ട്രാക്ക് മാറ്റാനും കാര്യങ്ങൾക്കും അല്ലെങ്കിൽ വോളിയത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ എളുപ്പമായിട്ട് ആക്സസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിലൊക്കെ ആദ്യമായിട്ടാണ് ഒരു വാഹനത്തിൽ നമുക്ക് അഡാസ് വരുന്ന വാഹനത്തിൽ അതിൻ്റെ അഡാസ് ഓൺ ഓഫ് ഒരു സിംഗിൾ ബട്ടണിലേക്ക് കൊടുത്തിട്ടുള്ളത് ആദ്യമായിട്ട് ഡസ്റ്ററിലാണ് വരുന്നത്. ഇത് പ്രസ് ചെയ്താൽ അഡാസ് ഓൺ ഓഫ് നമുക്ക് ചെയ്യാം. ഹെഡ്ലൈറ്റ് ലെവലർ, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അത്ര സെൻസിറ്റീവ് ആവണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായി ഓടിച്ചപ്പോൾ. അപ്പോൾ ഇത്രയാണ് ഈ ഭാഗത്ത് കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ 6 വേ പവർ അഡ്ജസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത് ലംബാർ സപ്പോർട്ട് കൂടി ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. കണ്ടോ മുൻവശത്തെ 2 സീറ്റുകൾക്കും ഇതിങ്ങനെ റോൾ ചെയ്താൽ ലംബാർ സപ്പോർട്ട്, അതായത് ഇവിടുത്തെ ഒരു സപ്പോർട്ട് കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. സോ എങ്ങനെയൊക്കെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം ഉണ്ടാക്കാൻ പറ്റുമോ, പോസിബിൾ ആയിട്ടുള്ള എല്ലാ വഴിയും നമ്മുടെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ പറയാനുള്ളത്. ഇനി MIDയുടെ കാര്യം ഞാൻ പറഞ്ഞു, കൺട്രോൾസ് ഇവിടെയാണ് എടുക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു 10.4 ഇഞ്ചിൻ്റെ TFT MID ആണ്. നിരവധി ഇൻഫർമേഷൻസ് നമുക്ക് ഇതിൽ അറിയാം. നിരവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ മാപ്പ് വരെ നമുക്ക് ഇതിലേക്ക് പെയർ ആവും, അല്ലെങ്കിൽ ഇതിലേക്ക് മിറർ ചെയ്യുന്ന പോലെ. നമ്മൾ ഇവിടെ മാപ്പ് കാണാം. ഇതിൽ സെറ്റ് ചെയ്ത ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് വരും. ടെക്നോ മുതലാണ് നമുക്ക് ഇത്തരത്തിലൊരു വലിയ ഡിസ്പ്ലേയും ഈ മാപ്പ് ഇത്തരത്തിൽ കാണുന്ന രൂപത്തിലൊക്കെ ലഭിക്കുന്നത്. അതിന് താഴെയുള്ള ആദ്യത്തെ 2 വേരിയന്റിൽ നമുക്ക് കിട്ടുന്നത് 7 ഇഞ്ചിൻ്റെ TFT ആണ്. പക്ഷേ വിഷമിക്കേണ്ട, മാപ്പ് ഇത്തരത്തിൽ കാണില്ല എന്നുണ്ടെങ്കിലും ഒരു 10x10 നാവിഗേഷൻ നമുക്ക് അതിൽ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ആ ഒരു താഴത്തെ 2 വേരിയന്റിൽ കിട്ടുന്ന ഫീച്ചേഴ്സിലും അല്ലെങ്കിൽ വാഹനങ്ങളിലും വരുന്നുണ്ട്. ഇത് നമുക്ക് ടെക്നോ മുതൽ ഇത്തരത്തിൽ വലിയൊരു MID ആയിട്ട് മാറുന്നുണ്ട്. സോ 3ാമത്തെ വേരിയന്റ് ഒരു കിഡിലം വേരിയന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എല്ലാ ഫീച്ചേഴ്സും ഒത്തിണങ്ങി വരുന്ന ഒരു, അതായത് ഓൾ LED ലൈറ്റ്സ് നമ്മൾ കണ്ടു. പിന്നെ നേരത്തെ കാണിച്ച പോലെ സ്മാർട്ട് കാർഡ് അല്ലെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് അത്തരം കാര്യങ്ങൾ വന്നു. ഇപ്പോൾ MID വന്നു. അപ്പോൾ ഒരുവിധം പാനോമിക് റൂഫ് വന്നു. അപ്പോൾ ഒരുവിധം നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ സാധനങ്ങളും ടെക്നോ എന്ന് പറയുന്ന 3ാമത്തെ വേരിയന്റിൽ ഒത്തിണങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പ്രൈസ് ഞാൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോ. അപ്പോൾ അത്തരത്തിലാണ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണ്. അഡാസ് വരുന്നതുകൊണ്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് ഇവിടെ അറിയാനായിട്ട് വരും. ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്, അതിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ അറിയാം. കൂളൻ ടെമ്പറേച്ചർ, ഫ്യൂൽ ലെവൽ, ഒരു കിട്ടുന്ന സാധനം അത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ നമുക്ക് ഒരുപാട് നേരം സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് ഒക്കെ ബേസ് വേരിയന്റ് മുതൽ നൽകിയിട്ടുള്ള ഫീച്ചറാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു MID വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് ഡ്രൈവ് മോഡ്സിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രൈവ് മോഡ്സ് അല്ല, അതിൽ നമുക്ക് എഞ്ചിൻ ട്യൂണിങ്, സ്റ്റിയറിംഗ് മോഡ് അതിനൊക്കെ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ടച്ച് സ്ക്രീൻ എല്ലാവരും പ്രധാനമായിട്ട് നോക്കുന്ന ഒരു സാധനമാണ്. ഇത് 2ാമത്തെ വേരിയന്റ് മുതൽ തന്നെ ഇതേ സൈസിലുള്ള 10.1 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അത് നമുക്ക് ആർക്കിമീസിൻ്റെ 6 സ്പീക്കേഴ്സോട് കൂടിയിട്ടാണ് വരുന്നത്. ഒരു ക്ലാസിക് സൗണ്ട് സിസ്റ്റം എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. പക്ഷേ നമ്മൾ ടോപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഐക്കോണിക് എന്ന് പറഞ്ഞ വേരിയന്റ് നമ്മളിപ്പോൾ അതാ കാണുന്നത്.
അതിൽ സെയിം സൈസാണ് ആർക്കിനീസിൻ്റെ സ്പീക്കറാണ്, പക്ഷേ ലെവൽ മാറിയില്ല. ഒരു ഓഡിറ്റോറിയം സൗണ്ട് സിസ്റ്റത്തോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒപ്പം നമുക്ക് ഗൂഗിൾ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ അസിസ്റ്റൻറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ പ്ലേ സ്റ്റോർ, അതുപോലെ തന്നെ യൂട്യൂബ് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ കിട്ടുമെന്നുള്ളതാണ്. അത് ടോപ്പ് എൻഡിൽ കിട്ടുള്ളൂ. പക്ഷേ നോർമൽ ഒരു സ്ക്രീന് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു നമ്മുടെ രണ്ടാമത്തെ വരുന്ന മുതൽ തന്നെ ലഭിക്കുന്നുണ്ട്. റിവേഴ്സ് ഇട്ടാൽ ഇതാണ് ക്യാമറയുടെ ഒരു ക്വാളിറ്റി വന്നിട്ടുള്ളത്. അത്യാവശ്യം 360 ക്യാമറ നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ. നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ടോപ്പ് ക്ലാസ് എന്നൊന്നും പറയാനുള്ള ഒരു ആവറേജ് ക്വാളിറ്റി തന്നെയാണ് ക്യാമറയ്ക്ക് പറയാനുള്ളത്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, 360 ഇല്ലെങ്കിലും നോർമൽ ക്യാമറ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യും. കാരണം അതിൻ്റെ ഒരു റൈഡിങ് പൊസിഷൻ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പൊസിഷനൊക്കെ അത്തരത്തിലാണ് വന്നിട്ടുള്ളത് എന്ന് പറയാം. ഇനി ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ്. അത് ബ്രില്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതും ടെക്നോ എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയൻ്റ് മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ രണ്ട് സൈഡിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ടെമ്പറേച്ചറും ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വേറെ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യാവുന്ന രൂപത്തിലാണ്. ഓട്ടോമാറ്റിക് AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ നിന്ന് താഴേക്ക് വന്നാൽ വയർലെസ് ചാർജർ കാണാനായിട്ട് സാധിക്കും. അതും നമുക്ക് ടെക്നോ എന്ന് പറയുന്ന വേരിയൻറ്റിൽ തന്നെയാണ് ലഭിക്കുക. കൂടാതെ 2 C ടൈപ്പ് ചാർജിംഗ് പോർട്ട് ഉണ്ട്. അത് എവല്യൂഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻ്റ് മുതലാണ് ലഭിക്കുക. ഒരു 12 വാട്ടിൻ്റെ ചാർജ് സോക്കറ്റ് ബേസ് വേരിയൻറ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. പിന്നെ മാനുവൽ വാഹനം നമ്മൾ കാണുന്നത്, ടർബോയിൽ തന്നെ മാനുവലാണ് നമ്മൾ കാണുന്നത്. നൈസാണ് ഓടിക്കാനായിട്ട് എന്ന് പറയാം. അവിടെ താഴേക്ക് വന്നാൽ മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാം. നിങ്ങൾ DCT ആണ് ടർബോൻ്റെ DCT എടുക്കുന്നെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആവുന്നുണ്ട്. ഒപ്പം നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു സെൻട്രൽ കൺസോൾ ഇങ്ങനെ വീതിയിൽ മൊത്തം ഇത്രയും ഹൈറ്റിൽ ഇങ്ങനെ വരുന്ന രൂപത്തിൽ ഒരു സെൻട്രൽ കൺസോളും അതിനുള്ളിൽ കൂൾഡ് ഗ്ലോ ബോക്സും ഒക്കെ വരുന്ന രൂപത്തിലാവുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ആംറസ്റ്റ്, സ്ലൈഡിങ് ആംറസ്റ്റ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഒരു സെൻട്രൽ കൺസോൾ എന്ന് പറയുന്ന രൂപത്തിലൊരു പ്ലേസ് ഉയർന്നിട്ട് വരുന്നില്ല എന്ന് പറയാം. അതിന് താഴെ കുഞ്ഞ് സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. ആ രൂപത്തിലാണുള്ളത്. പിന്നെ 48 കളറോളം ആംബിയൻ ലൈറ്റ്, ഇത് ഈ ഭാഗത്തൊക്കെ നമുക്ക് ആംബിയൻ ലൈറ്റ് ഇപ്പോൾ ഓണാണ് ഓൾറെഡി. പക്ഷേ അത് നമ്മൾ ഈ ഒരു ടൈം ആയതുകൊണ്ട്, നട്ടുച്ച സമയമായതുകൊണ്ട് കാണാത്തൊരു വിഷയമാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ബൂട്ട് ഗ്ലോ ബോക്സിൽ ഇലുമിനേഷൻ, ഇതും ബേസ് വേരിയൻ്റ് മുതൽ ഇതിനകത്ത് ഇലുമിനേറ്റഡ് ആണ് എന്നുള്ളതാണ്. സോ പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യം റെനോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സൺവൈസറിൽ വാനിറ്റി മിറർ നമുക്ക് വരുന്നുണ്ട്. അത് ടെക്നോ എന്ന് പറയുന്ന വേരിയൻ്റാണ്. അത് ഡ്രൈവർക്കും പാസഞ്ചർക്കും വരുന്നുണ്ട്. വിത്ത് ലൈറ്റോട് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് മിറർലെസ് ആയിട്ടുള്ള ഒരു IRM വരുന്നുണ്ട്. ഇത് മിറർലെസ് ഒക്കെ ആവുന്നത് ടെക്നോ മുതൽ തന്നെയാണ്. സോ ടെക്നോ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ വേരിയൻ്റ് ആണെന്ന് പറയാം. നമുക്ക് പാനോറമിക് റൂഫ് തുറക്കാൻ നമ്മുടെ കർട്ടൻ, അതായത് ഒരു സൺഷെയ്ഡ് കർട്ടൻ തുറക്കാൻ ഒരു കൺട്രോൾ സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് തുറക്കാൻ സെപ്പറേറ്റ് കൺട്രോൾ. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അത്തരത്തിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. പുറകിലിരുന്നപ്പോൾ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് പുറകിലെ മാപ്പ് ലാമ്പ്. അത്തരത്തിൽ ടച്ച് ചെയ്താൽ നമുക്ക് ഓൺ ആവുന്ന LED ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓവറോൾ വണ്ടിയുടെ ലുക്കിനെ കുറിച്ചിട്ടും ഓരോ വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. ഇനി സേഫ്റ്റിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ റെനോയിൽ നിന്ന് വരുന്നൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അവരുടെ കൈകർ മറ്റുള്ള വണ്ടികൾക്ക് തന്നെ അത്യാവശ്യം സേഫ്റ്റി റേറ്റിംഗ് വരുന്നുണ്ട്. സോ നിലവിൽ ഇന്ത്യയിലെ അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് ഡസ്റ്റർ. എന്തായാലും ഒരു കോംപ്രമൈസ് ഇല്ല. ഫീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ 6 എയർ ബാഗ്, ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ, ടയർ പ്രഷർ മോണിറ്ററിങ്, ഹിൽ ഹോൾഡ് തുടങ്ങി നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതൊക്കെ ബേസ് വേരിയൻ്റ് മുതൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ മറ്റാരും തരാത്തൊരു സാധനം എന്ന് പറയുന്നത് ഹുഡ് നമ്മൾ ഓപ്പൺ ചെയ്താലും കണ്ടോ ഹൈഡ്രോളിക് സ്ട്രെറ്റ് വരുന്നുണ്ട്. സോ എന്തൊക്കെ നമുക്ക് തരാൻ പറ്റുമോ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഡസ്റ്റർ നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറയാം. എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടർബോ എഞ്ചിനെ കാണുന്നത്. ഇതൊരു 1333 cc, ഒരു 163 PS, 280 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. ഇത് നമുക്ക് മാനുവൽ ആയിട്ടും അതുപോലെ തന്നെ ഒരു ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആയിട്ടും ബേസ് വേരിയൻ്റ് വെച്ച് ബാക്കി എല്ലാ വേരിയൻറ്റിലും കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ ട്യൂണിങ് കുറഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ എഞ്ചിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കൈകളിലൊക്കെ കിട്ടുന്ന ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 100 PS, 166 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും. തുടക്കത്തിലെ 3 വേരിയൻറ്റിൽ മാനുവലായിട്ട് മാത്രമേ ആ ഒരു എഞ്ചിൻ കിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ബഡ്ജറ്റ് കൺസേൺ ഉണ്ട്, ഡസ്റ്റർ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എഞ്ചിനിലേക്ക് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ എഞ്ചിൻ എടുക്കാനേ ഞാൻ പറയുള്ളൂ. ഓടിക്കാൻ വേറെ ലെവലാണ്. നമുക്കൊരു മൈലേജ് ടെസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ദൂരം നമ്മൾ ഓടിച്ചിട്ടുള്ളൂ. എന്തായാലും ഒരു 13-14 ആയിരിക്കും ആവറേജ് മൈലേജ് കിട്ടാമെന്ന് എനിക്ക് തോന്നുന്നു. ലോങ് ഓടിക്കുമ്പോഴാണ് ഇതിന് മറ്റുള്ളത് അറിയാനായിട്ട് പറ്റും. എന്തായാലും ഒരു ഡസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഐക്കോണിക് സാധനമാണ്. അതുകൊണ്ടാണ് റെനോ ഒരു ലോഗോ പോലും വെക്കാതെ ഗ്രില്ലിന് മുന്നിൽ ഡസ്റ്റർ എന്ന് മാത്രം. നിങ്ങൾക്ക് ഇതിൽ എവിടെ ലോഗോ കാണാനേ പറ്റില്ല. അവർ ലോഗോക്ക് മുകളിൽ, അത് ഇന്ത്യയിൽ ഡസ്റ്റർ എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി വാഹനം ഓടിച്ച് വരുമ്പോൾ തന്നെ ലക്ഷറി വാഹനം, ഇപ്പോൾ ഒരു G വാഗണിൽ പോകുന്നവർ വരെ ഇതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്രയും ഐക്കോണിക് ആയിട്ടുള്ള ഒരു മോഡലാണ് ഡസ്റ്റർ എന്ന് പറഞ്ഞാൽ. സോ അതിന് വേണ്ട രൂപത്തിൽ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ സാധാരണ മറ്റുള്ള ബ്രാൻഡുകൾ ചെയ്യുന്ന പറഞ്ഞാൽ യൂറോപ്യൻ മാർക്കറ്റിലും മറ്റുള്ള മാർക്കറ്റിലൊക്കെ അവരുടെ ഏറ്റവും ടോപ്പ് സ്പെക്ക്, ടോപ്പ് ഫീച്ചേഴ്സ് കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ വില കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് തരിക. പക്ഷേ റെനോ അതല്ല ചെയ്തിട്ടുള്ളത്. പുറമെ കൊടുക്കുന്നതിനേക്കാൾ ഫീച്ചർ ലോഡർ ആയിട്ടും
കിടിലനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഡസ്റ്ററിനെ ഇന്ത്യക്കാർക്ക് തന്നിട്ടുള്ളത്. സോ അവർ ഇന്ത്യൻ മാർക്കറ്റിന് അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നതും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതിനും ഒരു ലൈക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങളൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു 13 ലക്ഷം ടു 20 ലക്ഷം ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ റെനോ ഷോറൂമിൽ പോവുക. അതല്ലാത്ത വണ്ടി പ്രാന്തന്മാരാണെന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ട് ഒന്ന് റെനോ ഷോറൂമിൽ കയറിയിട്ട് ഒന്ന് ഓടിച്ച് നോക്കിക്കോ, വർത്താണ് എന്നുള്ളത് ഞാൻ പറയുള്ളൂ. അപ്പോൾ അത്രയും പേഴ്സണലി കണക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഡസ്റ്ററിനെ കുറിച്ചുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പ്രൈസ് കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. വാഹനത്തിൽ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയുള്ള വിളിക്കേണ്ട നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.